ശത്രു രാജ്യങ്ങളുടെ ആകാശക്കരുത്തിന് അന്ത്യം കുറിക്കാൻ ഇന്ത്യൻ വ്യോമസേന കരുതിവെക്കുന്നത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വജ്രായുധമാണ്. പാകിസ്ഥാനെ ചാരമാക്കാനും ചൈനയുടെ അഭിമാനമായ J-20 സ്റ്റെൽത്ത് വിമാനങ്ങളെ നിഷ്പ്രഭമാക്കാനും ശേഷിയുള്ള 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യ പങ്കാളിയാകുന്നു. അതിർത്തികളിൽ വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൃത്യമായ താക്കീതുമായിട്ടാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വമ്പൻ നീക്കം. നിലവിൽ റഫേലും ബ്രഹ്മോസ് മിസൈലുകളും വായുവിലെ വേട്ടക്കാരായ ഷേക്നാഗ് ഡ്രോണുകളും ഇന്ത്യയുടെ ആവനാഴിയിൽ സജ്ജമാണ്. ഇതിനു പുറമെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 5ാം തലമുറ വിമാനമായ AMCA-യുടെ പണികൾ പുരോഗമിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ അത്യുന്നത ശ്രേണിയിലുള്ള 6ാം തലമുറ പദ്ധതിയിലേക്കും ഇന്ത്യ കണ്ണുവെക്കുന്നു. ലോകത്തെ 2 കരുത്തുറ്റ യൂറോപ്യൻ കൂട്ടായ്മകളിൽ ഒന്നുമായി സഹകരിക്കാൻ വ്യോമസേന നീക്കം തുടങ്ങിയതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ബ്രിട്ടൻ, ഇറ്റലി, ജപ്പാൻ സഖ്യത്തിന്റെ ടെംപെസ്റ്റും ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ സഖ്യത്തിന്റെ FCAS പദ്ധതിയുമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വഴികൾ. അമേരിക്കയുടെ F-22 അല്ലെങ്കിൽ F-35 വിമാനങ്ങൾ പോലും തോറ്റുപോകുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. വായുവിൽ ഒരു പറക്കുന്ന കമ്പ്യൂട്ടർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. യുദ്ധക്കളത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് പൈലറ്റിന് വഴികാട്ടുന്ന അഡ്വാൻസ്ഡ് AI. ഒരു വിമാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറുന്ന പൈലറ്റില്ല ഡ്രോണുകളുടെ ഒരു വലിയ പടയെ തന്നെ നിയന്ത്രിക്കാം. വെടിയുണ്ടകൾക്ക് പകരം പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ലേസർ രശ്മികൾ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ലക്ഷ്യത്തെ ഭസ്മമാക്കാം. റഡാറുകൾക്ക് പിടികൊടുക്കാത്ത ലോ ഒബ്സർവബിലിറ്റി സാങ്കേതിക വിദ്യ വഴി ശത്രു അറിയാതെ അവരുടെ നെഞ്ചിലേക്ക് കുതിച്ചിറങ്ങാം. വില കുറഞ്ഞ ഡ്രോണുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ വരുത്താനാകുമെങ്കിലും ശത്രുവിന്റെ വ്യോമാതിർത്തി ഭേദിച്ച് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർക്കാൻ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ തന്നെ വേണം. ഈ ആഗോള യുദ്ധതന്ത്രം മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ 6ാം തലമുറയിലേക്ക് കുതിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഏഷ്യൻ ആകാശ രംഗത്ത് ഇന്ത്യയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായി മാറും. വെബ് ഡെസ്ക് തത്തുമൈ TV.